നമ്മുടെ ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തരം ലേറ്റസ്റ്റ് ടെക്നോളജിയും ഏറ്റവും കുറഞ്ഞൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ബജറ്റ് റേറ്റിൽ നമ്മൾ ഇന്ത്യക്കാരിലേക്ക് എത്തിച്ച ഒരു കിടിലൻ ബ്രാൻഡാണ് നമ്മുടെ ഷവോമി. സോ ഇന്ന് നിങ്ങളെ എത്തിക്കുന്നത് നമ്മുടെ കൊച്ചി കടവന്ത്രയിൽ സ്ഥിതി ചെയ്യുന്ന ഷവോമിയുടെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ പ്ലസ് സ്റ്റോറിലേക്കാണ്. കടവന്ത്ര മെട്രോ പില്ലർ 796 ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0% ഫിനാൻസിൽ 0% ഡൗൺ പേയ്മെൻറ്റിൽ ഷവോമിയുടെ എല്ലാത്തരം ലേറ്റസ്റ്റ് പ്രൊഡക്ട്സും വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, മറ്റ് സ്റ്റോറുകളിലും ഓൺലൈനിലും വരുന്നതിന് മുന്നേ തന്നെ ലോഞ്ചിൻ്റെ ആ ഒരു ഡേറ്റിൽ തന്നെ എല്ലാ പ്രൊഡക്ട്സും ഈ ഒരു സ്റ്റോറിൽ അവർ അവൈലബിൾ ആക്കും. ഈ ഒരു ഷോറൂമിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൊച്ചിയിൽ തന്നെ കംപ്ലീറ്റ്ലി AI കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഷോറൂമാണിത്. ഇവിടെ ഒരുപാട് ഹോം അപ്ലയൻസസ് അവരിവിടെ വെച്ചിട്ടുണ്ട്. TV വെച്ചിട്ടുണ്ട്, അതുപോലെ എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്, ഫാൻ വെച്ചിട്ടുണ്ട്, ലൈറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാം AI കണക്റ്റഡ് ആണ്, AI കൺട്രോൾഡ് ആണ്. നമ്മുടെ വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അത് വലിയൊരു ടെക്നോളജിയാണ്. നമ്മുടെ കൊച്ചിയിലെ തന്നെ ആദ്യത്തെ ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിയാണ്. അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഷവോമി കൊണ്ടുവന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഹേയ് ഗൂഗിൾ, സ്വിച്ച് ഓൺ ദി ബെഡ് ലൈറ്റ്. ഈ ഒരു ലൈറ്റ് നമ്മൾ ഓൺ ആക്കാൻ പോവാണ്. കമാൻഡ് കൊടുത്തു കേട്ടോ, ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആയി. നെക്സ്റ്റ് അടുത്ത കമാൻഡ് നമ്മൾ കൊടുക്കാൻ പോവാണ്. അവിടെ ഒരു ഫാൻ, ടേബിൾ ഫാൻ ഇരിക്കുന്ന ആ ഫാൻ നമുക്കൊന്ന് ഓൺ ആവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഹേയ് ഗൂഗിൾ, ടേൺ ഓൺ ദി ഫാൻ. ആ ഫാൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. നോക്കൂ, ഫാൻ ഇപ്പൊ ഡെഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് ഓൺ ആവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിപ്പോ കേട്ടോ ഓട്ടോമാറ്റിക്കലി ആ ഫാൻ ഓൺ ആയിരിക്കുകയാണ്. ഇതുപോലെ ഇവിടെയുള്ള ക്യാമറ, എയർ ഫ്രയർ, TVs എല്ലാം നമുക്ക് MIയുടെ ആ ഒരു ഇന്റർഫേസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് MI ഇന്റർഫേസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ മാറ്റിമറിച്ച് അത്ഭുതം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. MIയുടെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. MIയുടെ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ലൈഫിലെ ജോലികളൊക്കെ പകുതിയായിട്ട് നമുക്ക് കുറയ്ക്കും. നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള അമ്മമാരോ അല്ലെങ്കിൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ് സ്കെഡ്യൂളാണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും ആദ്യം വാങ്ങിച്ചു വെക്കേണ്ട ഒരു ഐറ്റമാണ് ഈ കാണുന്ന MIയുടെ ഈ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ. ഹരി, ഇതിന് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെച്ചാൽ 24,999 ആണ്. 27,000 രൂപയ്ക്ക് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാക്യൂം മോപ്പ് കിട്ടും. പിന്നെ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഷവോമി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണം ഷവോമി വാക്യൂം മോപ്പ് X10 എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് X10ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡസ്റ്റ് കളക്ടിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മൾ മാനുവലി, മറ്റുള്ള ബ്രാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലി ഡസ്റ്റ് എടുത്തിട്ട് നമ്മൾ തന്നെ കളയണം. ബട്ട് ഇതിനകത്ത് അങ്ങനെയല്ല, നമ്മൾ ഇതിനകത്ത് ഡസ്റ്റ് കളക്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് തന്നെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞോളൂ. അത് ഓക്കെ, അതൊരു വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതിന്റെ ഹോം സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡസ്റ്റ് എടുത്ത് ഈ ഒരു കളക്ഷൻ ബോക്സിലേക്ക് കൊണ്ടുവന്ന് വെക്കുമെന്നാണ് അത് പറയുന്നത്. ഈ ഒരു വാക്യൂം ക്ലീനറിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇത് AI കൺട്രോൾഡ് ആണ്, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണ്. അതിപ്പോ തന്നെ ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് അതിന്റെ ഒരു റിസീവർ നമുക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഷോറൂം കംപ്ലീറ്റ്ലി AI കൺട്രോൾഡ് ആണ്. ഇവിടെ അതിന്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഹേയ് ഗൂഗിൾ, സ്വിച്ച് ഓൺ ദി വാക്യൂം ക്ലീനർ. നമ്മളിവിടെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് ഇനി വാക്യൂം ക്ലീനറിന്റെ ഒരു ഹോം സ്റ്റേഷനിലേക്ക് പോകും. ഇവിടെ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് വാക്യൂം ക്ലീനർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിരിക്കുകയാണ്. അതെന്റെ ക്ലീനിങ് ജോലികൾ ഇതാ തുടങ്ങാൻ വേണ്ടി പോകുന്നു. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി അത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇരുന്ന് പോലും നിങ്ങൾക്ക് മൈലുകൾക്ക് അപ്പുറം ഇരുന്ന് നിങ്ങൾക്ക് ഈ ഒരു വാക്യൂം ക്ലീനറും ഇവിടെയുള്ള കംപ്ലീറ്റ് ഐറ്റംസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. LED TV ഉൾപ്പെടെ ഷവോമിയുടെ ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജി ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഷവോമിയുടെ ഫോൺസ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഷവോമിയുടെ ഫോണിന്റെ സെക്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് പരിചയപ്പെടുത്തി തരാനായിട്ട് ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഹൈ, പേരെന്താണ്? ഹരി. ഹരി, ഹൈ, വെൽക്കം ടു ദി വീഡിയോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓഡിയൻസിന് ഫോണിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പൊ സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് ഏതാ വരുന്നത്? സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് A3 എന്ന് പറഞ്ഞ മോഡൽ വരുന്നത് 4G ആയിരിക്കും. ഇതാണ് മോഡൽ വരുന്നത്. 699 സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം അവറേജ് സെഗ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. 699 മാത്രമാണ്. അതിനുശേഷം 5Gയിലേക്ക് വരുമ്പോൾ വെച്ചാൽ നമുക്കൊരു 14C എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. ഏറ്റവും ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള 5G ഫോണാണ് ഷവോമിയുടെ ഭാഗത്ത് നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇതാണല്ലേ 14C എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം നല്ലൊരു മോഡലാണ്. നോക്കിയാൽ നല്ല ബാക്കിലൊക്കെ ഗ്ലാസ് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. 50 മെഗാപിക്സൽ AI ഡുവൽ ക്യാമറ ഡിസ്പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ഡൈമെൻസിറ്റിയുടെ 6100 പ്രോസസ്സർ ഒക്കെയാണ് വരുന്നത്. 6.79 90 Hz ഡിസ്പ്ലേ. ഇതിന്റെ പ്രൈസ് എത്ര
എത്രയാണ് നമുക്ക് വരുന്നത്? പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിങ് 9999 വരുന്നത്, 10,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. 10,000 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നത് ഇതാണ്. അതിനുശേഷം വരുന്നത് നമുക്ക് റെഡ്മി നോട്ട് സീരീസ് ആണ് വരുന്നത്. നോട്ട് സീരീസ് എന്ന് പറയുമ്പോൾ റെഡ്മിയുടെ പ്രീമിയം സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുവാണ്. അപ്പോൾ നോട്ട് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ കറന്റ് റണ്ണിംഗ് ആയിട്ടുള്ള സീരീസ് റെഡ്മി നോട്ട് 14 എന്ന് പറയുന്ന സീരീസ് ആണ്. അതിൽ തന്നെ 3 സെഗ്മെന്റ് ആയിരുന്നത് 14, 14 Pro, 14 Pro Plus. ഇത് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയ 14 ആണ്. ഇതിന്റെ പ്രൈസ് എത്രയായിരിക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 18,999 ആണ് വരുന്നത്. ഓക്കെ, 18,999 രൂപ മാത്രമാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്റെ യൂട്യൂബ് കാലഘട്ടമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു റെഡ്മി നോട്ട് സീരീസ് യൂസ് ചെയ്തിട്ടാണ് ക്യാമറയൊക്കെ ഞാൻ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഫോണൊക്കെ ചേഞ്ച് ചെയ്തത്. എനിവേ ദിസ് ഇസ് ഓൾസോ വെരി ഗുഡ് പ്രൊഡക്റ്റ്. ഈ ഷോമി റെഡ്മിയും തമ്മിലുള്ള വ്യത്യാസം, MI എന്ന് പറയുന്നത് മദർ കമ്പനിയാണ്. ബട്ട് ഷോമി എന്ന് പറയുമ്പോൾ അവരുടെ പ്രീമിയം സെഗ്മെന്റും റെഡ്മി എന്ന് പറയുമ്പോൾ അവരുടെ മിഡ് റേഞ്ച് സെഗ്മെന്റാണ് വരുന്നത്. പക്ഷേ റെഡ്മി തന്നെ നമുക്ക് പ്രീമിയം സെഗ്മെന്റും മിഡ് റേഞ്ച് സെഗ്മെന്റും ഉണ്ട്. അതിലാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് വ്യത്യാസം വരുന്നത്. ഷോമി എന്ന് പറയുമ്പോൾ അവർ ഹയർ എൻഡ് ആണ്, ഫ്ലാഗ്ഷിപ്പ് ആണ്. ഓക്കെ, ഫ്ലാഗ്ഷിപ്പ് ആണ് അല്ലേ. ഈ നോട്ട് 14 സീരീസിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു അണ്ടർ 20K നമുക്ക് IP68 റേറ്റിംഗ് കിട്ടുന്ന ഏക ഒരു ഫോണാണ് നോട്ട് 14 5G എന്ന് പറയുന്ന ഫോൺ. നമുക്കിപ്പോൾ മഴയത്താണെങ്കിലും അത്യാവശ്യം പൊടി തട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഫോൺ കംപ്ലീറ്റ് സ്മൂത്ത്ലി ആയിട്ട് യൂസ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ സാധിക്കട്ടെ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഓൺലൈൻ ആയിട്ടുള്ള ജോബുകൾ, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഫോൺ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഡസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ മഴയത്തൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എത്ര റഫ്യൂസ് ചെയ്താലും ഈ ഒരു ഫോൺ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഏറ്റവും നല്ല സർവീസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു പ്രൈസ് ടാഗിൽ നിങ്ങൾക്ക് വേറെ ഫോണുകൾ ഒന്നും നിങ്ങൾ നോക്കുന്നതിലും ബെറ്റർ ഈ ഒരു ഫോൺ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഇത് 14 Pro സീരീസ് ആണ് അല്ലേ? അതെ, ഇത് റെഡ്മി നോട്ട് 14 Pro സീരീസ്, അതായത് നോട്ട് 14 5Gയുടെ നെക്സ്റ്റ് വെർഷൻ ആണ്. നോട്ട് 14 Pro എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കർവ്ഡ് ഡിസ്പ്ലേ വരുന്നത്, 3D കർവ്ഡ് ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഈ കാണുന്ന പോലെ കണ്ടോ, നല്ല കർവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ബാക്കിലെ ക്യാമറ ഒക്കെ ഈ ഒരു 4 ക്യാമറാസ് ഉണ്ട്. അതെ, 4 ക്യാമറ അറേസ് വരുന്നത്. ഓക്കെ, അതുപോലെ ലെതർ ഫിനിഷ് ആണ്. ആ ഒരു സെഗ്മെന്റ് കളറിൽ മാത്രം ആ ഒരു ലെതർ ഫിനിഷ് ഉള്ളൂ, പർട്ടിക്കുലർ കളറിന് മാത്രം. അതിന്റെ എങ്ങനെയാണ് പ്രൈസ് റേഞ്ച്? പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് വരുമ്പോൾ 24,999 ആണ്. ഓക്കെ, 24,999 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ്, ബെസ്റ്റ് എവർ ഫോൺ ആണെന്ന് പറയാൻ സാധിക്കും. ഡിസ്പ്ലേ ഒക്കെ വേറെ ലെവലാണോ. ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് എവർ ചോയ്സ് ആയിരിക്കും ഈ ഒരു ഫോൺ. അതുമാത്രമല്ല ഏകദേശം ഒരു 5+ ഇയേഴ്സ് 100% ഷുവർ ലൈഫ് ഗ്യാരണ്ടി ലഭിക്കും. ഞാനിത് പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് എക്സ്ട്രാ ഉണ്ടോ ഇതിനൊക്കെ? എക്സ്ട്രാ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന് പറഞ്ഞ ഇതാ വരുന്നത്. ആക്ച്വലി നമുക്ക് എത്ര നേരത്തിന് താഴെ വീണാലും നമുക്ക് നമ്മുടെ കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് പേടിയായിരിക്കും, എങ്ങാനും താഴത്ത് വീണാലും എഡ്ജസ് എല്ലാം ബ്രോക്കൺ ആവുമെന്ന് പേടിയായിരിക്കും. ബട്ട് നമുക്ക് യാതൊരു കാരണം കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 എന്ന് പറഞ്ഞാൽ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇതിൽ വീണാലും ഗ്ലാസ് ബ്രോക്കൺ ആവുമെന്ന് പേടിക്കേണ്ട. നമുക്ക് അത്യാവശ്യം റഫ് യൂസും കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഇന്ത്യസ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത Dimensity 7300 പ്രോസറാണ് വരുന്നത്. നമുക്ക് ഹാർഡ് കോർ യൂസിങ്ങിനും മൾട്ടി ടാസ്കിങ്ങിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. തീർച്ചയായിട്ടും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് കിട്ടുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടല്ലോ. പ്രോ പ്ലസ് ഒക്കെ ഉണ്ടല്ലേ? പ്രോ പ്ലസ് ഉണ്ട്. ഓക്കെ, പ്രോ പ്ലസ് എന്ന് പറയുമ്പോൾ പ്രോയിന്റെ നെക്സ്റ്റ് ബിഗർ ഹയർ എൻഡ് വേരിയന്റ് ആണ്. നോട്ട് 14 സീരീസിന്റെ ഹയർ എൻഡ് വേരിയന്റ് ആണ്. നമുക്ക് പിന്നെ അകത്ത് വരുന്നത് സെഗ്മെന്റ്സ് ബിഗ്ഗസ്റ്റ് ബാറ്ററി ആണ്. 6600 mAh ബിഗ്ഗസ്റ്റ് ബാറ്ററി ആണ്. പിന്നെ IP78 റേറ്റിംഗ് ആണ്. 5 meters വെള്ളത്തിൽ പോയാലും 2 മിനിറ്റ് വരെ നമുക്ക് ഇതിന് ഓൺ ആയിട്ട് യൂസ് ചെയ്യാം അണ്ടർ വാട്ടർ. അങ്ങനെയുണ്ട്. അത് വളരെ വലിയൊരു ഫീച്ചർ ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ ക്യാമറയ്ക്കൊക്കെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 200 MP ക്യാമറയാണ് വരുന്നത്. നമ്മൾ ആ ഒരു ഫോണിന്റെ ഒരു ഇൻഹാൻഡ് ഫീലിംഗ് തന്നെ അത് വേറെ ലെവലാണ്. ഡിസ്പ്ലേ ഒക്കെ ഈ പറയുന്ന പോലെ ഐഫോണിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. നല്ലൊരു പ്രീമിയം പക്ക പ്രീമിയം ഫീൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വില എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സീരീസിൽ? ഇത് ഹയർ എൻഡ് വേരിയന്റ് ആണ്. സ്റ്റാർട്ടിംഗ് വരുമ്പോൾ 30,999, അതായത് 31,000 നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടർ വേരിയന്റ് നമുക്ക് കിട്ടും. 39,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ആ ഒരു സെഗ്മെന്റിൽ കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും ബൾക്കി ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നിറച്ചു കൊടുത്തേക്കുന്ന ഒരു സെഗ്മെന്റിൽ ആദ്യത്തെ ഫോണാണ് റെഡ്മി നോട്ട് 14 Pro Plus. അതിന്റെ പല കളേഴ്സ് അവർ ഇവിടെ എക്സ്പീരിയൻസ് സ്റ്റോർ ആയതുകൊണ്ട് നോക്കി, ഇത് ബ്ലൂ ആണ്, മാറ്റ് ഫിനിഷ്, അങ്ങനെ പല കളേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നോർമലി ഒരു കടയിൽ നമ്മൾ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഡമ്മി പീസ് മാത്രമേ ആ ഒരു ഷോപ്പിൽ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴല്ലോ എല്ലാത്തിന്റെയും ലൈവ് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഗെയിമൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു സ്റ്റോറിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഏതാണ് നമുക്ക് വരുന്നത്? ഇത് സിവിയോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മൾ ഈ റെഡ്മി സെഗ്മെന്റിൽ നിന്ന് കടന്ന് നേരെ ഷോമിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. ഓക്കെ, ഇത് ഷോമിയുടെ
സ്റ്റാർട്ടിംഗ് മോഡലായ സിവി എന്നാണ്, അതായത് സിനിമാറ്റിക് വിഷൻ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ഇതിലെ ക്യാമറ വരുന്നത് ലൈക്കയായിട്ട് കൊളാബറേറ്റ് ചെയ്ത ക്യാമറ വരുന്നത്. അപ്പോൾ ലൈക്കയുടെ ക്യാമറ എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, നമുക്ക് ജർമ്മൻ ടെക്നോളജിയായ ലൈക്ക ക്യാമറയുടെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ്. സോ അതിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ടാണ് ഇത് ഈ ഒരു ഫോൺ ഇറക്കിയേക്കുന്നത്. വെച്ചാൽ സിനിമാറ്റിക് വിഷൻ എന്ന് പറയുന്ന മോഡ് പ്രത്യേകിച്ച് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ക്യാമറയിൽ. പിന്നെ സെഗ്മെന്റിലെ ഏറ്റവും വലിയ പ്രോസറായ സ്നാപ്ഡ്രാഗൺ 8s Gen 3 സെഗ്മെന്റിലെ ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണിത്. അതിനകത്ത് ഇത് കൊടുത്തേക്കുന്നത് അതെ 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 ലെവലാണ്. ആക്ച്വലി നമുക്ക് അത്യാവശ്യം നല്ല ഹാർഡ് കോർ നല്ല പങ്ക്ച്വൽ ഗെയിമിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ ഒരു സെഗ്മെന്റ് ചിപ്പാണത്. അതുമാത്രം എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് യൂട്യൂബും ഇൻസ്റ്റാഗ്രാം റീൽസും ഷോട്ടും ഒക്കെ ചെയ്യുന്ന ഇത് ഹെൽപ്ഫുൾ ആവും. ഈ ഒരു സെയിം സ്പെസിഫിക്കേഷൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഇരട്ടി വില നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഫോൺ കിട്ടും. പിന്നെ ഭയങ്കര ഒരു അൾട്രാ പ്രീമിയം ഫീലാണ്. ഇത് ബാക്കിലെ ക്യാമറ കേസും ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇതാണല്ലേ വരുന്നത് ക്യാമറയ്ക്ക് നമുക്ക് വരുന്നത്. അതെ 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 ഓക്കെ, നോച്ചൊക്കെ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. കളേഴ്സും വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ലാസ്റ്റ് പ്രൈസ് വരുന്നത് നമുക്ക് സെയിം ആസ് MI സൈഡിൽ കാണുന്ന സെയിം പ്രൈസ് തന്നെയാണ്. 42,999. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്ന ആകെ ഒരു കമ്പനി ഷോമി മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി വിത്ത് ക്യാമറ ലൈക്കയുടെ കൊളാബറേഷനുള്ള ക്യാമറയോടെ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഫോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇത് മാത്രം സൈഡുകളാണ് ഇങ്ങനെ കർവായിട്ടിരിക്കണം. പക്ഷെ ഇതിനകത്ത് ബൗണ്ട്ലെസ് കർവാണ്. ഈ 4 കോർണർ മാത്രം നമുക്ക് ഇങ്ങനെ കർവായിട്ടിരിക്കുള്ളൂ. ഈ സെഗ്മെന്റിൽ ഫസ്റ്റത്തെ ഇന്ത്യസ് ഫസ്റ്റത്തെ കർവാണിത്, ബൗണ്ട്ലെസ് കർവ്. നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതെ, 0% ഫിനാൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബജാജ്, HDB തുടങ്ങിയവ നമ്മളത് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഡൗൺ പേയ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. കാർഡ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതിന്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് എന്തായാലും പ്രത്യേകിച്ച് ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യണ ആ സെയിം ഓഫർ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡിന് നമ്മൾ ഇവിടെയും പ്രൊവൈഡ് ചെയ്യും. സെയിം ആസ് MI സൈഡിൽ കാർഡിന് എന്താണോ അത് തന്നെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് Xiaomi 14 എന്ന് പറയുന്ന ഒരു കിഡിലൻ മോഡലാണ്. പവർഡ് ബൈ എഞ്ചിനീയർഡ് ബൈ ലൈക്ക എന്ന് എന്താ പറയുക അവരവിടെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും എങ്ങനെയാണ് ഹരി? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വരുമ്പോൾ നമുക്ക് ഷോമിയുടെ ഹയർ എൻഡ് സീരീസ് ആണ്, ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ്. ഈ സെഗ്മെന്റിൽ തന്നെ വരുന്ന ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പാണ്. ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് തന്നെ നമുക്ക് പറയാം. വെച്ചാൽ ഇതിന്റെ മെയിനായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ക്യാമറ ലൈക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ കൊളാബറേറ്റ് ചെയ്ത ക്യാമറയാണ്. ഫസ്റ്റ് സിവിയിൽ കണ്ടതുപോലെയല്ല, സിവിയിൽ നമ്മൾ സിനിമാറ്റിക് വിഷൻ എന്ന് പറഞ്ഞ ഒരു മോഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ലൈക്കയുടെ ലെൻസും ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മൾ എന്താണോ കണ്ണുകൊണ്ട് കാണുന്നത് അത് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ. നല്ല പ്രീമിയം ഫിനിഷ് ഉള്ള ഒരു ഫോണാണെന്ന് പറയാൻ സാധിക്കും. സ്ക്വയർ ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഡിസ്പ്ലേ ഒക്കെ വേറെ ലെവലാണ്. എത്രയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഓക്കെ, ഇപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 59,999 ആണ്. അറ്റ് ദിസ് പ്രൈസ് വേറെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് നമുക്കൊരു iPhone 50 ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണിത്. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പോക്കറ്റ് ഡൈനാമൈറ്റ് എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഫിലിം ലവറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡോൾബി വിഷനും അറ്റ്മോസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഏത് OTT പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അതിന് അഡാപ്റ്റ് കേപ്പബിൾ ആയ ഡോൾബി വിഷൻ കാര്യങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അത് ഈ സെഗ്മെന്റിൽ കിട്ടുന്നതിൽ ഏറ്റവും കുറവാണ്. പക്ഷേ ഷവോമി ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷവോമി എന്ന നമ്മുടെ ഈ ഒരു ബ്രാൻഡ് മൊബൈൽ ഫോണിലൂടെ ഹയർ എൻഡ് ടെക്നോളജി പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ നമ്മളിലേക്ക് തന്നാണ് അവർ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കിയത്. അതുപോലെ തന്നെ ഹയർ ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള TVസും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ TVസിന്റെ ഒക്കെ പ്രൈസും ഡീറ്റെയിൽസും എങ്ങനെയാണ്? പ്രൈസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് ഷവോമി സ്മാർട്ട് TV 32 ഇഞ്ചസ് ആണ്. 32 ഇഞ്ച് അല്ലേ? അതെ, 32 ഞാൻ സ്റ്റാർട്ട് വരുന്നത്. ഗൂഗിൾ TV ആണ് സെഗ്മെന്റിൽ ഫസ്റ്റത്തെ ഗൂഗിൾ TV ആണ്. പിന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 11,999 വരുന്നത്. സെയിം ആസ് MIയുടെ സൈറ്റിൽ കാണുന്ന സെയിം 11,999 നമുക്ക് ഈ സ്റ്റോറിലും വരുന്നത്. വെറും 11,999 രൂപ മാത്രമേ, ഏകദേശം ഒരു 12,000 റുപ്പീസ് മാത്രമാണ് വരുന്നത്. ഓക്കെ, അതിൽ ഹയർ എൻഡ് ടെക്നോളജിയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 4K ആണ്. അതുപോലെ പ്രീമിയം മെറ്റൽ ബെസൽസ് അവർ നല്ല എല്ലാ TVയിലും അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ബില്യൺ പ്ലസ് കളേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഗൂഗിൾ TV ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ നോർമൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് TVസോ അല്ലെങ്കിൽ ലോക്കൽ ബ്രാൻഡിലെ TVs ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും മച്ച് ബെറ്റർ ടെക്നോളജി, കളർ റീപ്രൊഡക്ഷൻ ഒക്കെയാണ് നമ്മുടെ MI ഷവോമിയുടെ TVs അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണല്ലേ നമ്മുടെ ഒരു 12,000 റുപ്പീസ് പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഡിസ്പ്ലേ തന്നെ വേറൊരു ലെവലാണ് കേട്ടോ. വേറൊരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഇതിലേക്കാണോ വരുന്നത്? ഇത് 43 ഇഞ്ചാണ്. ഇത്
എക്സ്പ്രോ സീരീസ് എന്ന് പറയുന്ന സീരീസ് ആണ്. നമുക്ക് ഷോമിക്ക് 3 ടൈപ്സ് ഓഫ് സെഗ്മെന്റ് വരുന്നത് ടി വിയിൽ. എ സീരീസ്, എക്സ് സീരീസ്, എക്സ്പ്രോ സീരീസ്. എക്സ്പ്രോ സീരീസ് വരുമ്പോഴാണ് അതിനകത്ത് ഹയർ എൻഡ് സീരീസ് വരുന്നത്. അതാണ് ഇപ്പം അതിലൊന്നാണ് നമ്മളിപ്പോൾ ഡെമോ വെച്ചേക്കുന്നത്, ഷോമി സ്മാർട്ട് ടി വി എക്സ്പ്രോ 43. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് 30 വാട്ട്സിന്റെ ഡോൾബി സ്പീക്കർ ഇൻബിൽട്ട് ആണ്. നമുക്ക് വേറെ ഹോം തിയേറ്ററോ കാര്യങ്ങളോ വേറെ ഔട്ട്ഡോർ ആയിട്ട് മേടിക്കേണ്ട കാര്യമില്ല, സൗണ്ട് ബാർ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. 30 വാട്ടിന്റെ ഡോൾബി അറ്റ്മോസ്ഫിയർ അടങ്ങുന്ന ഇൻബിൽട്ട് സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 2 GB റാം വരുന്നുണ്ട്, 16 GB ഇന്റേണൽ മെമ്മറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലോലെസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് അൾട്രാ HD ആണ് വരുന്നത്, 4K ആണ്. ഡോൾബി വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവിഡ് പിക്ചർ എഞ്ചിൻ 2 എന്ന് പറഞ്ഞ ടെക്നോളജി ഷോമി അത് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഫ്ലോലെസ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ബോക്സി ഡിസൈൻ തന്നെ വേറൊരു ലെവലാണെന്ന് പറയാൻ സാധിക്കും. ഒരു മെറ്റാലിക് ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല മറ്റു ബ്രാൻഡുകൾക്ക് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ സോണി പോലെയുള്ള ഇതിനോട് കിടപിടിക്കുന്ന ബ്രാൻഡുകളൊക്കെ തന്നെ ആയിരിക്കണം കേട്ടോ. ഇത് വേറെ ലെവലാണ് ഈ ഒരു ടി വി കാണാൻ തന്നെ. നമ്മുടെ ഒരു ലിവിംഗ് റൂമിൽ വെച്ചാൽ തന്നെ അത് മനോഹരമായിരിക്കും. പ്രൈസ് എങ്ങനെയാണ്, വില എങ്ങനെയാണ്? ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുമ്പോൾ 43 ഇഞ്ചസിന് സ്റ്റാർട്ടിംഗ് വരുമ്പോൾ നമുക്ക് 22,999 ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. 22,999 സ്റ്റാർട്ട് ഉള്ളൂ. ഓക്കെ, അത് അത്രയ്ക്ക് ഒരു വലിയൊരു വിലയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. കാര്യം മുന്തിയ ബ്രാൻഡുകളുടെ ഈ ഒരു സൈസ് വരുന്ന ടി വിക്ക് ഇതിലും ഇരട്ടി വില നമുക്ക് നൽകേണ്ടി വരും. ആ ഒരു സ്ഥാനത്ത് അതിൽ കൂടുതൽ ലോഡഡ് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ടി വിയിലുണ്ട്. ഫീച്ചേഴ്സ് ഉണ്ട്. ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ ഒക്കെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുവാണ്. അപ്പൊ ഇതൊരു ബെസ്റ്റ് പ്രൈസ് ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ EMI ഫെസിലിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ നമുക്ക് ഇതിന് വരുന്ന 0% സ്കീമും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് 12 മന്ത്സിലേക്കുള്ള വരുന്ന സ്കീമും കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും ഇനിയിപ്പോ ഒരു നോർമൽ അൺബ്രാൻഡഡ് ടി വി വാങ്ങിക്കുന്നതിനും നല്ലത് നിങ്ങൾക്ക് ഈ ഒരു ഷവോമി എന്ന് പറയുന്ന ഒരു കിഡിലൻ, എന്താ പറയാ, ലോകം മുഴുവൻ പടർന്നു നടക്കുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലെ. നെക്സ്റ്റ് ഈ ഒരു ടി വി വരുന്നത് ഇത് 50 ഇഞ്ചസ് ആണ് വരുന്നത്, 50 ഇഞ്ച്. അതെ, ഇത് വരുന്നത് എക്സ് സീരീസ് 50 എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇതിനകത്ത് ആകുമ്പോൾ 1.5 GB റാം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 50 ഇഞ്ചസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 33,000 ഉള്ളത് ആരും വിശ്വസിക്കില്ല പറഞ്ഞാല്. 33,000 രൂപ. 50 ഇഞ്ച് ടിവിക്ക് വെറും 33,000 രൂപ മാത്രമേ ഉള്ളൂ. അതും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഇത്രയും ഇന്റർനാഷണൽ ട്രസ്റ്റഡ് ബ്രാൻഡ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അത് പിക്ചർ ഒക്കെ ഈ പറഞ്ഞ പോലെ പളുങ്ക് പോലെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓടും അല്ലെ, അതാണ് അതിന്റെ. അതെ. ഇതിനകത്തും സെയിം യൂസ് ചെയ്തേക്കുന്നത് ഷോമിയുടെ ടെക്നോളജി ആയിട്ടുള്ള വിവിഡ് പിക്ചർ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഫ്ലോലെസ് ടെക്നോളജി അതിനകത്ത് യൂസ് ചെയ്തേക്കണം. അപ്പൊ നമ്മൾക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു എൻലെസ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കും നമ്മൾ എന്തെങ്കിലും എന്റർടൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഈ പറയുന്ന പോലെ ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സിലും ഒക്കെയാണ് നമ്മൾ കണ്ടന്റ്സ് കാണുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ടെലിഗ്രാമിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ നിർത്തി. അപ്പൊ ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സിലൊക്കെ ഡോൾബി ഓഡിയോ, ഡോൾബി വീഡിയോ ഒക്കെയാണ് അവർ ഇൻബിൽട്ട് ആയിട്ട് ഈ പറയുന്ന പോലെ ആ ആപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നെറ്റ്ഫ്ലിക്സിലൊക്കെ കണ്ടന്റ് അതിന്റെ തനിമ നഷ്ടപ്പെടാതെ നമുക്ക് ഈ ഒരു ടി വിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അതിനായിട്ടുള്ള എല്ലാത്തരം ഡ്രൈവേഴ്സും എൻജിൻസും ഒക്കെ അവർ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് നോക്കുവാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ബെസൽസ് ഉള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഡിസൈനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് ഒന്നും കൂടി ഒന്ന് പറയാമോ? ഓക്കെ, ഇതിന്റെ പ്രൈസ് വരുന്നത് 33,000 ആണ് വരുന്നത്. വെറും 33,000 ആണ് വരുന്നത്. 33,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു ഇതേ ടെക്നോളജീസ് ഉള്ള മറ്റ് എതിരാളി ടിവികൾ, അതായത് മറ്റ് ബ്രാൻഡ് ടിവിസ് നമ്മൾ എടുക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഡബിൾ ആയിട്ട് ഒരു 60,000 രൂപ റേഞ്ച് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന്റെ എല്ലാ ലോഡഡ് ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ഷവോമിയുടെ ഈ ഒരു ടിവിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് വാല്യൂ വേറെ ലെവലാണെന്ന് പറയാൻ സാധിക്കും. ഗ്യാരണ്ടി ഒക്കെ എത്ര വർഷത്തേക്കാണ്? അതിന്റെ വാറണ്ടി വരുന്നത് 1 ഇയർ ആണ് കറന്റ് വാറണ്ടി വരുന്നത്. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണെങ്കിൽ അഡീഷണൽ 1+2 നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സൗകര്യം നമ്മൾ ഷോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഉണ്ട്. നമുക്ക് എല്ലായിടത്തും നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്മാർട്ട് ഹോം അപ്ലയൻസ് ആയാലും TV ആയാലും മറ്റുള്ള സ്മാർട്ട് ഹോം അപ്ലയൻസ് എടുത്താലും നമുക്ക് ഇതായിട്ട് സർവീസ് സെന്ററിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഹോം ഡോർ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് നമുക്ക് ഡ്രോപ്പ് ഔട്ടും പിക്കപ്പ് ചെയ്തും പോയിക്കോളും. സർവീസർ വീട്ടിൽ വന്ന് റിപ്പയർ ചെയ്ത് പോയിക്കോളും. അതാണ് നമുക്ക് ഡയറക്റ്റിന്റെ പ്രത്യേകത. അത് ഈ ഒരു വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. ഷവോമിയുടെ എല്ലാത്തരം സ്മാർട്ട് ഹോം അപ്ലയൻസസ്, TV മാത്രമല്ല, ഇവിടെ കാണുന്ന പോലെ എയർ ഫ്രയേഴ്സ്, എയർ പ്യൂരിഫയേഴ്സ്, എല്ലാത്തരം ഐറ്റംസിനും ഈ പറയുന്ന പോലെ നിങ്ങൾ വൺസ് പർച്ചേസ് ചെയ്ത എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വാറണ്ടി പീരീഡ് ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിൽ വന്ന് TV ആണെങ്കിലും എന്താണെങ്കിലും അവരത് റെഡിയാക്കി റിപ്പയർ ആക്കി തരും. ഇനിയിപ്പോ അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സംഭവം ആണെങ്കിൽ അവർ കൊണ്ടുപോകും. അവരുടെ ഒരു മെക്കാനിക്കൽ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ റെക്ടിഫൈ ചെയ്ത് തിരിച്ചേൽപ്പിച്ചു തരും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള ഒരു ബ്രാൻഡിനും
ബ്രാൻഡഡും അൺബ്രാൻഡഡും ആയിട്ടുള്ള ഒരു വസ്തുവിനും അങ്ങനെ ഒരു സർവീസ് നമുക്ക് ലഭ്യമല്ല. ഇതൊരു ഫസ്റ്റ് ടൈം വെഞ്ചർ ആണ് ഷോമിയുടെ ഭാഗത്തുനിന്നുള്ള ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു വെഞ്ചർ ആണിത്. അപ്പൊ ഇതാണ് ഈ ഒരു ടിവിയുടെ വിശേഷങ്ങൾ. അപ്പൊ അത് മാത്രമല്ല ഷോമി ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ടി വി ഇൻഡസ്ട്രിയിലേക്ക് തന്നെ അവർ ലോഞ്ച് ചെയ്യുവാണ്. ആ ഒരു ടെക്നോളജിയുടെ പേരാണ് മാജിക് QLED. ഓക്കെ, അതെന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നമുക്ക് മാജിക് QLED എന്ന് പറയുമ്പോൾ നമുക്ക് സെഗ്മെന്റിൽ തന്നെ നമുക്ക് 43 ഇഞ്ചസിലും 55 ഇഞ്ചസിലും 65 ഇഞ്ചസിലും QLED നമ്മളിപ്പോൾ ഷോമി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണോ നമ്മൾ ചെറിയൊരു എന്താ പറയുക ഒരു OTT പ്ലാറ്റ്ഫോംസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ്സിൽ കാണുന്നത് അത് തന്നെ നമുക്ക് ചെറിയ ഒബ്സ്റ്റക്കിൾസ് ആയാലും പോലും നമുക്ക് ക്ലിയർ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് അത് എടുത്ത് കാണിച്ചു തരുന്ന ഒരു ഇതാണ് ഷോമിയുടെ മാജിക് QLED എന്ന് പറഞ്ഞത്. സെഗ്മെന്റിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ ട്രസ്റ്റോടെ മേടിക്കാവുന്ന QLED കൂടിയാണ് ഷോമിയുടെ മാജിക് QLED. നമ്മൾ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു മോഡലാണ്. ഇത് OLED ആണ്, ഓർഗാനിക് LED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതാണ് ടെക്നോളജി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഒരു ടി വി ആണ്. ഇതിൽ ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ് ടെക്നോളജി എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഫോർ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ OTT കണ്ടന്റ്സ് ഒക്കെ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സാക്ട് സംഭവമാണ്. ഒരു തിയേറ്റർ ക്വാളിറ്റി പിക്ചർ ഫീൽ ആണ് ഈ ഒരു ടി വി തരാം. ഒരു ബ്ലാക്കിന്റെ ഒക്കെ ഒരു ഡെപ്ത് കണ്ടോ, വേറെ ലെവൽ ഡെപ്തും കോൺട്രാസ്റ്റും ഒക്കെയാണ് ടി വി കൊടുക്കുന്നത്. പ്രൈസ് എങ്ങനെയാണ്, സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് ഹരി? ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ സ്പെസിഫിക്കേഷൻ വരുമ്പോൾ ഇത് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മളെ വ്യൂവേഴ്സിന്റെ ഐക്ക് കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എത്ര ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് എത്ര വേണമെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3 to 4 അല്ലെങ്കിൽ 5 to 6 hours വരെ നമുക്ക് കണ്ടിന്യൂസ് വാച്ച് ചെയ്താലും ഐക്ക് സ്ട്രെസ് വരുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ടെക്നോളജിയാണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു വീട്ടിലിരിക്കുന്ന പ്രായമായ അച്ഛന്മാർക്കൊക്കെ സ്ട്രീം ചെയ്തുകൊണ്ടേയിരിക്കുക, കണ്ണിനൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. അതാണ് നമ്മൾ ഓർഗാനിക് എന്ന് വിളിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് നമുക്കൊരു ഈ ഒരു ടി വിയുടെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഗെയിമിംഗ് മോണിറ്റർ ആയിട്ട് തന്നെ മാറ്റാം. ഗെയിമിംഗ് മോണിറ്റർ ആയിട്ട് മാറ്റി നമുക്കൊരു കൺസോൾ വെർഷനിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന വെച്ചാൽ 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം നമുക്കൊരു ഫ്ലോലെസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ PS4, PS5 ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ കണ്ടിന്യൂസ്ലി നമ്മുടെ മക്കളൊക്കെ ഇരുന്ന് ഇങ്ങനെ ഗെയിം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ കണ്ണിനൊക്കെ ഒരു സ്ട്രെയിനും ഇല്ലാതെ ആ ഒരു രീതിയിൽ 120 Hz ഡിസ്പ്ലേ കൊടുക്കും. PS5 PS3 ഒക്കെ നമുക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യാം. ഓക്കെ, അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. പ്രൈസ് എങ്ങനെയാ വരുന്നത്? പ്രൈസ് നമുക്ക് ഇതിനിപ്പോ കറന്റ് വരുന്നത് 74,999 ആണ് വരുന്നത്. 74,999. നോർമലി നമ്മൾ OLED ഒക്കെ എനിക്ക് തോന്നുന്നു മറ്റ് ബ്രാൻഡൊക്കെ 120 അങ്ങനെയൊക്കെയാണ് നമുക്ക് മറ്റ് ബ്രാൻഡിന്റെ പേരിനെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ ഒരു ബ്രാൻഡൊക്കെ വരും. അപ്പൊ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഷോമിയുടെ വരുന്നത് 74,999 മാത്രമേ. അതുമല്ല ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ ഓഫറും ലഭിക്കുന്നതാണ്. ഏകദേശം ക്രെഡിറ്റ് കാർഡിന് 10-15 പിന്നെ ഡൗൺ ആവും. അപ്പൊ ഇത് 50 ഇഞ്ച് അല്ലേ? ഇത് 55 ആണ്. 55 ഇഞ്ചിന്റെ ടി വി ആണ്. ഈ ഒരു റെക്കോർഡ് പ്രൈസിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് EMI ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. കേരള നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതൊരു ബെസ്റ്റ് ഡീലാണെന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ OTT ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ സ്ട്രെയിൻ ഇല്ലാതെ കാണാനായിട്ടുള്ള ബെസ്റ്റ് മാസ്റ്റർ പീസ് ടി വി ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയുക ഒരു തിയേറ്റർ ലെവൽ എക്സ്പീരിയൻസ് വരുന്ന ഒരു 4K ടി വിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് എത്ര ഇഞ്ചാണ് നമുക്ക് വരുന്നത്? 60-65 എത്ര? ഇല്ല, ഇത് 75 ആണ്. 75 ഇഞ്ചാണ് അല്ലേ? ഓക്കെ, വേറെ ലെവലാണ്. സിൽവർ ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു തിയേറ്റർ വീട്ടിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫീൽ നിങ്ങൾക്ക് ലഭിക്കും? ആ എക്സാക്ട്ലി ആ ഒരു ഫീലാണ് ഈ ഒരു ടി വി നമുക്ക് നൽകുന്നത്. ഒരു വീട്ടിലേക്ക് അല്ലെ റൂമിൽ വെച്ചാൽ ഒരു മിനി ഹോം മിനിയേച്ചർ തിയേറ്റർ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെ ഇതിന്റെ വില എത്രയാണ്? ഇതിന്റെ വില ആക്ച്വലി വരുന്നത് 1.17 ആണ്. ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും വലിയ അല്ലെങ്കിൽ 75 QLED ഈ ഒരു സെഗ്മെന്റിൽ വേറൊരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യാനില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യാനില്ല. പ്ലസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും താഴെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വിവിഡ് പിക്ചർ എഞ്ചിൻ 2 എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. അതും നമുക്ക് ബൗണ്ട്ലെസ് എൻട്രിയും അതിനെക്കാട്ടും 2x ഫ്ലോലിറ്റി ഇതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ ഇതിനകത്ത് ഡോൾബി വിഷൻ IQ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. പക്ഷെ ഡോൾബി വിഷനെക്കാട്ടും കുറച്ചും കൂടി അപ്പുറമായിരിക്കും ഡോൾബി വിഷൻ IQ. അപ്പൊ നമുക്ക് എന്താണോ നമ്മൾ ഒരു കണ്ടന്റ് എടുത്ത് കാണുന്നത് ആ കണ്ടന്റിൽ എന്താണ് കളർ വേണ്ടത് അത് ഈ ടി വി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. എല്ലാ സ്ഥലത്തും ഫിറ്റ് ചെയ്ത് തരും. അതായത് എയുടെ ഹെൽപ്പോട് കൂടിയിട്ട് എന്താണോ ആ കണ്ടന്റിന്റെ കളർ കാര്യങ്ങൾ റിപ്ലേസ് ചെയ്ത് തരും. ഓക്കെ, അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഹ്യൂജ് 75 ഇഞ്ച് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് എന്താ പറയാ ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഹോം അപ്ലയൻസസിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് തന്നെ എയർ ഫ്രയർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് എയർ ഫ്രയർ. ഷോമിയുടെ എയർ ഫ്രയർ ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ വരുമ്പോൾ ഷോമി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ന്യൂ ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജിയാണിത്. ഷോമി എയർ ഫ്രയർ. ഇത് 6 ലിറ്ററിന്റെ എയർ ഫ്രയർ ആണ്. ഇത് റീസെന്റ് ഇപ്പോൾ ലോഞ്ച് ആയതുള്ളൂ. 3 months ആണ് ലോഞ്ച് ആയിട്ടുള്ളത്.
അത് നമുക്കിനകത്ത് സ്മാർട്ട് കുക്കിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസും കാര്യങ്ങളും അതിനകത്ത് വരുന്നത്. നമുക്ക് പിന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്നത് നമുക്ക് സ്മാർട്ട് ഫെദർ ടച്ച് ഡിസ്പ്ലേ ആണ് അതിനകത്ത് ഷോമി പ്രൊവൈഡ് ചെയ്യണത്. വെച്ചാൽ നമുക്ക് വിവിധ ടൈപ്സ് ഓഫ് നമുക്ക് കുക്കിംഗ് ടൈപ്സ് ഓഫ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവലും കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്താൽ നമുക്ക് ഒരു വീട്ടിലിപ്പോൾ ആരെങ്കിലും ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ഓയിലിനോട് എന്തെങ്കിലും അലർജിക്കുള്ള എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. വെച്ചാൽ 99.9% വരെയും ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ കുക്ക് ചെയ്തെടുക്കാം. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. നമുക്ക് ജസ്റ്റ് ഇതിൽ ഇങ്ങനെ വെച്ചാൽ ഇവിടെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ട സബ്സ്റ്റൻസ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ വെക്കാണ്ട് കേട്ടോ. ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് മെനു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ നമ്മുടെ പോലെ. ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്തും ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എത്ര വില എങ്ങനെയാ വരുന്നത്? ഇതിനിപ്പോ ലോഞ്ച് പ്രൈസ് വരുന്നത് 5,999 ആണ്. 5,999 ആണ്. അതെ, ആ ഒരു നമുക്കൊരു കൊടുക്കുന്ന പ്രൈസിന് എന്തുകൊണ്ടും വർത്തുന്നതാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത്തരം ഫീച്ചേഴ്സും കാര്യങ്ങളും മൾട്ടിപ്പിൾ കുക്കിംഗ് റെസിപ്പീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അടുത്തത് ഷോമിയുടെ സ്മാർട്ട് ക്യാമറയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് ഒരു സ്മാർട്ട് ക്യാമറ നമുക്ക് വരുന്നത്. എങ്ങനെ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 360 ആണ്. ഔട്ട്ഡോറും കാര്യങ്ങളും നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഹ്യൂമൻ മോഷൻ ഡിറ്റക്ഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഫോണിൽ കൂടി ടോക്ക് ചെയ്താൽ ക്യാമറയിൽ കൂടി നമുക്ക് സ്പീക്ക് ചെയ്യാൻ തിരിച്ച് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്യാമറയിൽ ലൈവ് ആയിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റ്സ് നമുക്ക് മൊബൈലിൽ നമുക്ക് സ്ട്രീം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ്. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു വിഷ്വൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ക്യാമറയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റും ചെയ്യാൻ പറ്റും. 2-way കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ ആണ്. അതായത് ഞാൻ ഈ മൊബൈലിലൂടെ ജസ്റ്റ് ഒരു ബട്ടൺ ഹോൾഡ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നും നമുക്ക് ഈ ക്യാമറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവിടെ ക്യാമറ തൊട്ടെടുത്ത് നിൽക്കുന്ന ഇദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കും. അത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ നോർമൽ ക്യാമറയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോമിയുടെ കംപ്ലീറ്റ് ടെക്നോളജിയും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈഫ് സ്പാൻ ഒക്കെ എനിക്ക് തോന്നുന്നു വളരെയധികം കൂടുതലാണ്. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത് നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് എംഐയുടെ സ്മാർട്ട് ഹോം ആപ്ലിക്കേഷൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണിച്ച പോലെ തന്നെ ഇതിനകത്ത് കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം ഇതിനകത്ത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു ബ്രാൻഡുകൾ ക്ലൗഡ് സ്റ്റോറേജ് 1 വീക്ക് ഫ്രീ ആയിട്ട് കൊടുക്കത്തുള്ളൂ. നമുക്കിത് ലൈഫ് ടൈം ഫ്രീ ആ ക്ലൗഡ് സ്റ്റോറേജ്. സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട കാര്യമില്ല. അതെ അതെ അതെ. ഓക്കെ, അത് വലിയൊരു കാര്യമാണ് നമുക്ക് പറയാൻ സാധിക്കട്ടെ. ലൈവ് ആയിട്ട് കാണാം. എനിക്ക് മോഷൻ ഡിറ്റക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് പോയി കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും. അലാറം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വില എത്ര വരുന്നത് നമുക്ക് ഇതിന്? ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 2,999 മാത്രം വരുന്നുള്ളൂ. 2,999 രൂപ മാത്രമേ ഏകദേശം 3,000 റുപ്പീസ് വരുന്നുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. ഇതിനകത്ത് അപ് ടു 32 GB സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് വരെ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. 32 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ആ ഒരു മെമ്മറി കാർഡ് ഇട്ട് ലോ MB നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. വലിയൊരു ഫീച്ചറാണ്. എല്ലാവരുടെ വീട്ടിലും വേണ്ട ഒരു ഐറ്റമാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇവർ എവിടെയാണെങ്കിലും ഡെലിവറിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിന്റെ അസിസ്റ്റൻസ് തരും. നെക്സ്റ്റ് ഒരു ഫാനാണ്. ഈ ഫാനെ കുറിച്ച് എനിക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഷോമിക്ക് ഇങ്ങനെ ഒരു ഫാൻ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. എന്താ അതിന്റെ സ്പെഷ്യാലിറ്റി? ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫാൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഫാൻ അല്ല, സ്മാർട്ട് കണക്റ്റിംഗ് വൈഫൈ ഫാനാണ്. വെച്ചാൽ നമുക്ക് MI ഹോം എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ആപ്ലിക്കേഷനിൽ കൂടി നമുക്ക് ത്രൂ കണക്ട് ചെയ്താൽ അതിൽ കൂടി തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ അതിനകത്ത് 2 ടൈപ്സ് ഓഫ് ബ്രീസ് വരുന്നുണ്ട്. ഒന്ന് നോർമൽ ബ്രീസ്, പിന്നെ നാച്ചുറൽ ബ്രീസ്. ഈ നാച്ചുറൽ ബ്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആസ്മ അങ്ങനത്തെ അല്ലെങ്കിൽ പൊടിയുടെ അസുഖം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാച്ചുറൽ ബ്രീസിലേക്ക് മോഡ് ആക്കിയാൽ മുറിയുടെ ഹ്യൂമിഡിറ്റി കാര്യങ്ങൾ അനുസരിച്ച് വിൻഡ് പ്രൊവൈഡ് ചെയ്യുള്ളത്. അതായത് ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. MIയുടെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത് എന്ത് പ്രൊഡക്റ്റ് ആണത്? ആക്ച്വലി ഇതൊരു ഡ്രസ് അയണർ ആണ്. വസ്ത്രങ്ങൾ തേക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതിന്റെ പേരെന്താണ്? ഇത് ഷോമി ഗാർമെന്റ് സ്റ്റീമർ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഗാർമെന്റ് സ്റ്റീമർ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് തരം ഡ്രസ്സുകൾ, ഓവർകോട്ടുകൾ പോലെയുള്ള അത്രയും വില കൂടിയ വസ്ത്രങ്ങൾ, സാരികൾ, പട്ട് സാരികൾ വരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടണാണ് നമുക്കുള്ളത്. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് വളരെ ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ തന്നെ നീരാവി അല്ലെങ്കിൽ ഹോട്ട് സ്റ്റീം വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രസ്സുകൾ നമുക്ക് സ്റ്റീം ചെയ്യാൻ സാധിക്കും.
കേട്ടോ. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം കുറവാണ്. ഇത് AI കൺട്രോൾഡ് ആണോ ഈ ഒരു പ്രൊഡക്റ്റ്? ഇല്ല, ഇത് AI കൺട്രോൾ ആണ്. ഇത് മാനുവലി തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. മാനുവലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാണ് നമുക്ക് വരുന്നത്? അതിന്റെ പ്രൈസ് വരുന്നത് വെറും 1999 ആണ് വരുന്നത്. 1999 രൂപ മാത്രമാണ് വരുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിലൊരു മസ്റ്റ് ഹാവ് ഹോം അപ്ലയൻസസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഷോർമിയുടെ പാഡ് സീരീസ് ആൻഡ് ടാബ്ലറ്റ് സീരീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടാബ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് മൊബൈൽസിന്റെ പോലെ തന്നെ ഇതിനകത്ത് ഷോമിയും റെഡ്മിയും കാറ്റഗറൈസ് ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഷോമി പാഡ് 7 ആണ്. ഇതാണ് റീസെന്റ് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ് വരുന്നത്. സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ ലോഡഡ് ടാബ്ലറ്റ് ആണിത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് വീഡിയോ എഡിറ്റിംഗ്, പിന്നെ സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ്, അങ്ങനത്തെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് ഇറക്കിയേക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഗെയിമേഴ്സിനും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ മോഡൽ ഇറക്കിയേക്കുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഫ്ലോലെസ് ആയിട്ട് എൻഡ് ടു എൻഡ് ആയിട്ട് നമുക്ക് ഗെയിമുകൾ നമുക്ക് കളിക്കാനും പറ്റും. പിന്നെ അത്യാവശ്യം ഇതിനകത്ത് ഇതിന്റെ അഡീഷണൽ ഗിയർ വരുന്നുണ്ട്, ഫോക്കസ് പെൻ എന്ന് പറഞ്ഞാൽ. അത് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം എഡിറ്റിംഗും ഹാർഡ് കോർ എഡിറ്റിംഗ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? 27,999 ആണ് ഇതിന്റെ പ്രൈസ്. 27,999 ആണ് പ്രൈസ് വരുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ റെഡ്മി പാഡ് പ്രോ 5G അല്ലേ? അതെ അതെ. ഇത് ഇതിലും അഡ്വാൻസ്ഡ് ആണോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ പാഡ് 7 ആണ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ തന്നെ. ഇത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെഡ്മി സീരീസിൽ വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ഇറക്കുള്ളൂ. ഇത് വരുമ്പോൾ നമുക്ക് 22,999 സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ 2.5K 12.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 10,000 mAh ബാറ്ററി ആണ് സെഗ്മെന്റിൽ വരുന്നത്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ അതെ. ഡോൾബി വിഷൻ, അതെ അതെ, ഡോൾബി വിഷനും വിഷൻ ഐക്യൂവും ഡോൾബി അറ്റ്മോസ്, പിന്നെ 4 സ്പീക്കറാണ് അപ്പുറത്തും ഇപ്പുറത്തും കൂടി വരുന്നത്. വേറെ ലെവലായിരിക്കും. ഒരു മിനിയേച്ചർ 3D എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിന്റെ ഒരു രണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം സ്നാപ്ഡ്രാഗന്റെ മിഡ് റേഞ്ച് സെഗ്മെന്റിലെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോസസേഴ്സ് തന്നെയാണ്. ഇതിനകത്ത് വരുന്നത് 7+ Gen 3 എന്ന് പറഞ്ഞ മിഡ് റേഞ്ച് സെഗ്മെന്റ് പ്രോസറാണ്. ഇതിനകത്ത് വരുന്ന 7S Gen 2 എന്ന് പറഞ്ഞ പ്രോസറാണ്. അത്യാവശ്യം ഹാർഡ് കോർ മൂവ്മെന്റും കൊടുക്കാൻ പറ്റിയ ചിപ്പ് ലെവൽ തന്നെയാണ്. ബേസിക്കലി യാതൊരു വിധത്തിലുള്ള ലാഗും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതെ അതെ. അതുകൂടാതെ കുറച്ച് അധികം ഐറ്റംസും അവരിവിടെ ഫീച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ്? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഷോമിയുടെ ആക്സറീസ് ആണ്, മിനിയേച്ചർ ആക്സറീസ് ആണ്. നമുക്ക് ചാർജർ, ട്രിമ്മർ, പിന്നെ പെൻ, പിന്നെ വാച്ച്, ബഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഷോമിയുടെ മൈക്രോ ആക്സറീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു ബഡ്സിനൊക്കെ എങ്ങനെയാണ് പ്രൈസ് റേഞ്ച്? ബഡ്സ് വരുമ്പോൾ നമുക്ക് ഒരു 2,500 ബഡ്സ് നമുക്ക് കിട്ടുന്നതാണ്. വാച്ച് വരുമ്പോൾ നമുക്ക് 3,000 വരും. അതുപോലെ സ്മാർട്ട് സ്പീക്കർ, അതെ, നമുക്ക് ഹോം അപ്ലയൻസ് കൺട്രോൾ ചെയ്യുന്ന സ്മാർട്ട് സ്പീക്കർ ആണ്. അത് വരുമ്പോൾ നമുക്ക് ഒരു 4,999 വരെ ആവുള്ളൂ. ഇത് വെച്ച് നമുക്ക് വോയിസ് കമാൻഡ് കൊടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ MI പ്രൊഡക്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ ഫോക്കസ് പെൻ ഉണ്ട്. ഇതെന്താണ്? ഓക്കെ, അത് ആക്ച്വലി അത് ഗിയർ ആണ്. ഷോമി പാഡ് 7 എന്ന് പറഞ്ഞ ഒരു ഗാഡ്ജറ്റിന്റെ ഗിയർ ആണ്. അത് നമ്മൾ എക്സ്ട്രാ മേടിക്കുന്നത് എഡിറ്റിംഗ് കാര്യങ്ങൾ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ട്രിമ്മറിന് എന്താണ് പ്രൈസ് നമുക്ക് വരുന്നത്? ട്രിമ്മർ വരുമ്പോൾ നമുക്കൊരു 1,300 വരുന്നത്. 1,300 റുപ്പീസ് മാത്രമാണ് ട്രിമ്മറിന് നമുക്ക് വരുന്നത്. അതുപോലെ ഔട്ട്ഡോർ സ്പീക്കർ ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. ഇതിനെങ്ങനെയാണ്? ഓക്കെ, ഇത് 30 വാട്ട്സ് വരുന്നത്. നമുക്കിത് വരുമ്പോൾ കറക്റ്റ് 3,000 വരും. 3,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റൊരു ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ അതുപോലെ ഇത് ഐപാഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഇതാണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതുപോലെ പവർ ബാങ്ക് എങ്ങനെയാണ് നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത്? പവർ ബാങ്ക് നമുക്ക് 3 മോഡൽസ് ഉള്ളത്. MAH വൈസ് നോക്കുവാണെങ്കിൽ 10,000 ഉണ്ട്, 20,000 ഉണ്ട്, 30,000 ഉണ്ട്. ബട്ട് മോഡൽ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് 6-ലധികം മോഡൽസ് നമുക്ക് വരുന്നുണ്ട്, അവൈലബിൾ ആണ്. 30,000 mAh വരുന്ന ഈ ഒരു മോഡലിന് എത്രയാണ് പ്രൈസ്? ഇത് വരുമ്പോൾ നമുക്ക് 3,500 മാത്രം വരുന്നുള്ളൂ. 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജ് ആണ് വരുന്നത്. 3,500 രൂപ മാത്രമാണ് നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ MIയുടെ ഔട്ട്ഡോർ ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് സ്പീക്കർ ഉണ്ട്. ഇതിന് എത്രയാണ് നമുക്ക്? ഇത് വരുമ്പോൾ ജസ്റ്റ് 1,600 ആവത്തുള്ളൂ. IPS A5 റേറ്റിംഗ് ആണ്. അപ്പൊ സ്പ്ലാഷ് പ്രൂഫും ആണ്, ഡസ്റ്റ് പ്രൂഫും ആണ്. ഓക്കെ. ഈ ഷേവറിന് എത്രയാണ് പ്രൈസ്? 1,300 അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ട്രിമ്മറും ഉണ്ട് കേട്ടോ. ഈ ഒരു ട്രിമ്മറും ഉണ്ട് ഷേവർ കൂടാതെ. ഇതിനെങ്ങനെയാണ് നമുക്ക് പ്രൈസ് നമുക്ക് വരുന്നത്? ഓക്കെ, ഇത് വരുമ്പോൾ 1,600 തന്നെയാണ്. ഇത് ഫുൾ ഗ്രൂമിംഗ് കിറ്റ് ആയിട്ടാണ് വരുന്നത്. ട്രിമ്മർ മാത്രമല്ല, ഫുൾ ബോഡി ഗ്രൂമിംഗ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആയിട്ടാണ് വരുന്നത്. 1,600 റുപ്പീസ് മാത്രമേ വരുന്നത്. നമുക്ക് നോസ്, അതുപോലെ തന്നെ എന്താ പറയുക, പ്രിസിഷൻ ബ്ലേഡ് ഉണ്ട്, കോംബോ ബിയർഡ് കാര്യങ്ങൾ, ബോഡി ഗ്രൂമിംഗ് എല്ലാം വരുന്ന ഒരു കിറ്റിന് നമുക്ക് ആ ഒരു പ്രൈസ് മാത്രമാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഞാൻ കാണാത്ത, എനിക്ക് അറിയാത്ത ഒരു സംഭവം ഞാൻ കണ്ടു. ഇത് എയർ ടാഗ് ആണ്. ഇതെന്താണ് ഐറ്റം? ഇത് വരുമ്പോൾ നമുക്ക് മോഷൻ ആക്ടിവേറ്റഡ് ലൈറ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ചില നമുക്ക് വാളിൽ അറ്റാച്ച് ചെയ്താൽ സെയിം ഇത് AI കൺട്രോൾ വെച്ച് തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാം. ചില
ഹ്യൂമൻ ഡിറ്റക്ഷൻ ആണ്. നമ്മൾ ഇതിന്റെ സർവീസിൽ കൂടെ നടന്നു പോയാൽ ഇത് തന്നെ തെളിയും. അങ്ങനത്തെ രീതിയിലാണ് ഇത് വരുമ്പോൾ 699 മാത്രമേ ഉള്ളൂ. 699 രൂപ മാത്രമേ ഉള്ളൂ. നമുക്കിത് ഇലക്ട്രിക്കലി എപ്പോഴും കണക്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ റീചാർജ് ഇല്ല ബാറ്ററി ആണത്. ബാറ്ററി മൗണ്ട് ചെയ്ത് വെക്കാം. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അല്ലേ. നമുക്ക് എവിടെ വെച്ചാലും ആളുകളുടെ മോഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് ലൈറ്റ് കത്തും. ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി. ഈ ഒരു ഷോറൂമിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇത് MI ഡയറക്ട്ലി നടത്തുന്ന ഒരു ഷോറൂമാണ്. നമ്മുടെ എറണാകുളം കടവന്ത്രയിലാണ് നമുക്ക് ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. മെട്രോ പില്ലർ 796 ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങളൊരു ടിവിയോ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസോ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോറൂമിൽ വിസിറ്റ് ചെയ്തതിനു ശേഷം മാത്രം പോവുക. ഏത് തരത്തിലുള്ള ഹോം അപ്ലയൻസസ്, ഈ കാണുന്ന നേരത്തെ നമ്മൾ പരിചയപ്പെട്ട പോലെ LED ടിവികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാക്യൂം ക്ലീനർ, തേപ്പ് പെട്ടി, അയൺ ബോക്സ് ഉൾപ്പെടെയുള്ള ഐറ്റംസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺസിന്റെ റെഡ്മിയുടെയും MIയുടെയും എല്ലാ കംപ്ലീറ്റ് മൊബൈൽ ഫോൺസും നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ അവൈലബിൾ ആണ്. മറ്റ് ഷോറൂമുകളിൽ ഈ ഒരു ഫോണും അപ്ലയൻസസും ഒക്കെ വരുന്നതിന് മുന്നേ ഈ ഒരു ഷോറൂമിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും. അങ്ങനെയല്ല ഹരി? അതെ. ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ കസ്റ്റമറോട് പറയാനായിട്ട്? ഓക്കെ, നമുക്ക് ഇത് MIയുടെ ഡയറക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ഷോമിയുടെ സൈറ്റിൽ കാണുന്നത്, അതായത് ഷോമിയുടെ സൈറ്റിൽ എന്താണോ നിങ്ങൾ കാർഡ് ഓഫർ കാണുന്നത്, എന്താണോ നിങ്ങൾ പ്രൈസ് കാണുന്നത്, ആ സെയിം പ്രൈസിനേക്ക് നമുക്ക് ഇവിടെ റീറ്റെയിലിനെ കാട്ടും എങ്ങനെ പോയാലും 2000 റുപ്പീസ് എങ്ങനെ പോയാലും ഷോപ്പിൽ കുറവായിരിക്കും ഇവിടെ. പിന്നെ നമുക്ക് ബ്രാഞ്ചസ് വരുന്നത് ഇത് എറണാകുളം കടവന്ത്രയാണ്. ഇത് മാത്രമല്ല നമുക്ക് വരുന്നത്, നമുക്ക് തൃശ്ശൂർ കിഴക്കേക്കോട്ട സൺ ടവറിലും വരുന്നുണ്ട്, കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലും വരുന്നുണ്ട്, പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മാളിലും വരുന്നുണ്ട്, ബാംഗ്ലൂർ മാർത്തഹള്ളിയിലും വരുന്നുണ്ട്. നമുക്ക് ഈ 5 സ്റ്റോഴ്സ് ആണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോ പൊതുജനങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാല്യബിൾ ആയിട്ടുള്ള കമന്റ്സ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.